ഷാലോമിന്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഏദൻ തോട്ടത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. മുഖപടമണിഞ്ഞു നിന്നും നീലാകാശ കുടയുടെ കീഴിൽ വെയിൽ കാഞ്ഞും ഭൂമി വാഴുന്നും ഋതുഭേദ നിറങ്ങളാടും ആവാസഗേഹമായി ജീവനും മനുഷ്യനും നീ. സിലിക്കോ തെറപ്പി അല്ലെങ്കിൽ ക്ലേ ചികിത്സ അല്ലെങ്കിൽ മണ്ണ് ചികിത്സ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ചികിത്സയായിട്ട് അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞു. പൂച്ചയൊക്കെ വയറുവേദന വന്നു കഴിയുമ്പോൾ ഓടിപ്പോയി ചില പ്രത്യേക പുല്ലൊക്കെ അത് കടിച്ചു മുറിച്ച് തിന്നുന്നുണ്ട്. അപ്പം അവർക്കുണ്ട് ആ മെഡിസിനെ കുറിച്ചുള്ള ഒരു അറിവുണ്ട്. ISROയിലെ ഈ മെക്കാനിക്കൽ എഞ്ചിനീയർ ചെയ്യുന്ന ഭൂമി പൂജ തികച്ചും വിസ്മയം തന്നെ. സത്യത്തിൽ ഇതാണ് പരിസ്ഥിതിയുടെ ദർശനമെന്ന് പറയുന്നത്. ഭൂമിയെ നീയല്ല, നിന്റെ ഭൂമിയാണ് കൈവശം വെച്ചിരിക്കുന്നത് എന്ന് അറിയുന്ന നിമിഷം ഈ പ്രകൃതി ഇതാ മരിക്കാൻ പോവുകയാണ്. അതിൻ്റെ ഊർധ്വശ്വാസം നമുക്ക് ദൂരെ കേൾക്കാം. ഈ സംരക്ഷണ ഉത്തരവാദിത്വം ഇന്ന് നമ്മൾ എത്രമാത്രം ഉത്തരവാദിത്വത്തോടെ നിർവഹിക്കുന്നു എന്നുള്ളതാണ് ചിന്തനീയമായ വിഷയം. സത്യത്തിൽ ജീവശൃംഖലയിലെ ഒരു കണ്ണി മാത്രമാണ് മനുഷ്യൻ. നമ്മെപ്പോലെ തന്നെ ഈ ഭൂമിയിൽ ജീവിക്കാൻ മറ്റെല്ലാ ജീവനുകൾക്കും അവകാശമുണ്ട്. നിയമാവർത്തന പുസ്തകത്തിലെ 22-ാം അധ്യായം 4-6 വാക്യങ്ങൾ ഈ തുല്യത നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഞങ്ങളൊക്കെ ഈ ആശ്രമത്തിൽ ചേരുന്ന ആ കാലഘട്ടത്തിൽ ഞങ്ങളുടെ ഈ വസ്ത്രം കാവ്യവസ്ത്രമാണ്. പക്ഷെ അന്നൊക്കെ ഞങ്ങൾ ചെയ്തിരുന്നത് വെളുത്ത തുണി വാങ്ങിച്ച് കുപ്പായം തയ്പ്പിച്ച് അങ്ങാടിക്കടയിൽ നിന്ന് കാവ്യ മണ്ണ് കൊണ്ടുവന്ന് അത് കിഴികെട്ടി ചൂടുവെള്ളത്തിൽ കലക്കും. പിന്നീട് അതിൽ ഉപ്പ് ചേർക്കും. പിന്നീട് ഈ കുപ്പായം അതിലിട്ട് ഈ കാവ്യ നിറം ഇടിച്ച് പിടിപ്പിക്കുകയാണ്. ഒരു ദിവസത്തെ പണിയാണ്. അത് വളരെ ശ്രദ്ധ ചെയ്തില്ലെങ്കിൽ ഒരു സ്ഥലത്ത് കണ്ടമാനം കാവ്യ, വേറെ സ്ഥലത്ത് കാവ്യ കട്ട പിടിച്ചൊക്കെ ഇരിക്കും. പണ്ട് നീലം മുക്കുമ്പോൾ പറ്റുന്ന അബദ്ധങ്ങൾ പോലെ. അപ്പോൾ അന്ന് ഇതൊരു ഞങ്ങളുടെ സന്യാസ ജീവിതത്തിൻ്റെ ചിട്ടകളിൽ ഒരു കാര്യമാണ്. ഒരാൾക്കുള്ള കാവ്യ വസ്ത്രം രൂപപ്പെടുത്തിയെടുക്കുക. അതിടുമ്പോൾ കാവ്യ മണ്ണിൻ്റെ മണമുണ്ട്. അപ്പോൾ അതൊന്ന് കഴുകിക്കഴിഞ്ഞാലും ഈ കളറ്, ഈ മണ്ണിൻ്റെ കളറ് ആ വെള്ള വസ്ത്രത്തിൽ നിന്ന് പോവുകയില്ല. ഞങ്ങളൊക്കെ നവശിഷ്യരായിരിക്കുന്ന കാലത്ത് അതാണ് ഞങ്ങൾ ധരിച്ചിരുന്നത്. ക്രമേണ വർഷങ്ങൾ മുമ്പോട്ട് പോയപ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, ഇതൊരു വലിയ ചടങ്ങാണ്. ഇതിലിടിച്ച് പിടിപ്പിച്ച് എടുത്ത് റെഡിയാക്കി ഉണക്കി
അപ്പോൾ ഒരു 4 കുപ്പായം വേണമെങ്കിൽ 4 കുപ്പായം ആ രീതിയിൽ ഓരോ പ്രാവശ്യം കുപ്പായം മാറുമ്പോൾ വെളുത്ത തുണി എടുക്കണം, തയ്പ്പിക്കണം, വീണ്ടും കാവി മുക്കണം. ആ കാവി മുക്കുന്ന ഒരു ദിവസത്തെ പണിയാണ്. ഇത് ഉണങ്ങിക്കിട്ട് റെഡിയായി പിന്നീട് അത് ഒന്ന് കഴുകി അതിലെ എല്ലാം കളഞ്ഞ് വൃത്തിയാക്കി തേച്ച് ഇടുക എന്ന് പറയുന്നത്. തിരക്കുകൾ കൂടുമ്പോൾ നമ്മൾ അതിനുള്ള മറ്റു ഉപായങ്ങൾ കണ്ടുപിടിക്കുകയാണ്. ഇപ്പോൾ കാവി വസ്ത്രം എന്ന് ഞങ്ങൾ പറയുന്നെങ്കിലും ഇത് റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കുന്ന തുണിയാണ്. കാവി നിറമുള്ള ഒരു തുണി വാങ്ങിക്കുന്നു, മണ്ണിൻ്റെ ഗന്ധമില്ല, അതിൻ്റെ നിറം ഒരു ഇമിറ്റേഷൻ അനുകരണമായിട്ട് ഇടുകയും പിന്നെ ഇത് മാർക്കറ്റിൽ സിന്തറ്റിക് സാധനങ്ങളും കാവി ടെറിക്കോട്ടൺ കാവി ഉണ്ട് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് പ്രശ്നമില്ല, ഇട്ടുകൊണ്ട് നടക്കുമ്പോൾ ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്ന അർത്ഥതലങ്ങളും ബന്ധങ്ങളും ഭൂമിയുമായിട്ടുള്ള സ്പർശനവും സ്പർശനം പറഞ്ഞപ്പോൾ അച്ഛൻ ഈ ഭൂമിയുള്ള സ്പർശനം ശരിക്കും നമ്മളെപ്പോഴെങ്കിലും ഈ ചെരുപ്പിടാതെ മണ്ണിൽ കൂടെ നടക്കാൻ കുറച്ച് സമയമെങ്കിലും ജീവിതത്തിൽ എനിക്ക് തോന്നുന്നു അത്തരം ഒരു കാര്യം വേണം. ഈ മണ്ണിനെ ഒന്ന് തൊടാൻ, ഈ എന്താണ് ഈ പുല്ലിൻ്റെ പുറത്തൂടെ ചെരുപ്പില്ലാതെ നടക്കാൻ ഒക്കെ ഇന്ന് പിള്ളേരെ നമ്മൾ ഒരു എനിക്കും അവനൊരു 10 മാസമായി ഒരു ചുവട് വെക്കാൻ തുടങ്ങുമ്പോൾ ചെരുപ്പ് കാലിൽ ഇടിച്ചിട്ടേ വരുള്ളൂ. കാരണം നമ്മൾ അവരിൽ അതിൽ നിന്നെല്ലാം അകറ്റുകയാണ്. മണ്ണ് വാരി കളിക്കുക. ചിലപ്പം ഈ പഴയ കാലത്തെ സംഘ കളികളിൽ ഒന്ന് ചേർന്നുള്ള കളികളിൽ മണ്ണ് കുഴയ്ക്കലും മണ്ണ് അപ്പം ചുടലും മണ്ണ് അവരുടെ കയ്യിൽ വളരെ ഒരു ജൈവികമായ ഒരു അടുപ്പമുള്ള ഒരു കാര്യമാണ്. മണ്ണെന്ന് പറയുന്നത് ഒരു ഊർജം, ഒരു വലിയൊരു ഊർജം നമുക്ക് നൽകുന്ന ഒന്നാണ്. നമ്മൾ ചെരുപ്പിടാതെ മണ്ണിൽ ചവിട്ടി നടക്കുമ്പോൾ, കാല് കുത്തി നടക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വലിയ ഊർജ്ജമാണ്. ഞങ്ങളുടെ ഗുരുവായിരുന്ന ബോസ്കോ അച്ഛനെ പറ്റി ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം എപ്പോഴും ഞങ്ങൾ പറയുമായിരുന്നു ചെരുപ്പിടാതെ മണ്ണിൽ നടക്കണോ നടക്കണോ എന്ന് പറഞ്ഞ് ഞങ്ങളെ അതിന് പ്രേരിപ്പിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ അന്നത്തെ കാലത്ത് മനസ്സിലാകേണ്ട ഈ അച്ഛൻ്റെ ഒരു തമാശ എന്നുള്ള രീതിയിൽ ഞങ്ങളെടുത്തു. പക്ഷേ അദ്ദേഹം 4 മണിക്ക് ഇപ്പോഴും ചെരുപ്പിടാതാണ് അല്ലെ ഷൂസ് ഇടാതാണ് പുറത്ത് പോയി മണ്ണിൽ അധ്വാനിക്കുന്നത് നടക്കുന്നത്. അപ്പോൾ അതിൽ നിന്നുള്ള ഊർജ്ജത്തെ പറ്റി അദ്ദേഹം ഞങ്ങളൊന്നും വാദോരാതെ മടുപ്പില്ലാതെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ചെരുപ്പിൻ്റെ പ്രതലം മാറ്റിയിട്ട് ശരിയായിട്ടുള്ള മണ്ണിൻ്റെ പ്രതലത്തെ ചൂടുള്ള മണ്ണിലും തണുത്ത മണ്ണിലും ഒക്കെ ചവിട്ടുന്നതിൻ്റെ അനുഭവം നമുക്ക് വേണം. നമ്മളും ഒരു മണ്ണാണല്ലോ. പക്ഷെ നമ്മൾ ഈ എല്ലാ തരത്തിലും നമ്മളത് കളയുക. അപ്പോൾ ചികിത്സയെക്കുറിച്ച് വന്നപ്പോൾ എനിക്ക് തോന്നുന്നത് പല ത്വക്ക് രോഗങ്ങൾക്കും മണ്ണ് ചികിത്സയാണ്. ഈ യുനാനിയിൽ അത് വളരെ നന്നായിട്ട് ഉപയോഗിക്കുന്നത്. മണ്ണെന്ന് പറഞ്ഞാൽ ഈ സാധാരണ മണ്ണല്ല, അതെനിക്ക് തോന്നുന്നത് സ്പെഷ്യലി അവരതിനെ എന്താ മെഡിക്കേറ്റഡായി വന്ന മണ്ണാവണം. എൻ്റെ അപ്പൻ സ്കിൻ ഡിസീസിനെ പുരട്ടിക്കൊണ്ടുവന്ന മണ്ണ് പുരട്ടി സാധാരണ വെളിച്ചെണ്ണ മണ്ണ് പുരട്ടിയിട്ട് വെയിലത്ത് ഈ വെയിലും മണ്ണും എണ്ണയും കൂടെ ചേർന്നിട്ടായിരുന്നു ആ സ്കിൻ ശരിയായിരിക്കും. നമ്മൾ ചാവുകടലിൽ ചെല്ലുന്ന ഉടനെ അവിടുത്തെ ചെളി വാരി എല്ലാവരും ശരീരത്തിൽ പുരട്ടിയിട്ടേ പോകത്തുള്ളൂ. കാരണം അതിലിപ്പോൾ ഒന്നുമില്ല, എണ്ണ പോലാണ് ഈ വെള്ളം കിടക്കുന്നത് തന്നെ. എല്ലാ മിനറൽസും എല്ലാ ലവണങ്ങളും അതിലുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ സ്കിൻ ഡിസീസിനുള്ള ഒരു വലിയ മെഡിസിനായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ബാത്ത് എന്ന് പറഞ്ഞ ഇംഗ്ലണ്ടിലുള്ള സ്ഥലങ്ങൾ, അവിടെ ഭൂമിക്കടിയിലേക്ക് മഴവെള്ളം ഇറങ്ങി 100 കണക്കിന് മേത്ത് താഴെ ചെന്ന് കഴിയുമ്പോൾ ചുണ്ണാമ്പുകളുണ്ട്. അവിടെ വീണ് തിളയ്ക്കും വെള്ളം. വെള്ളത്തിൽ ഇത് തിരിച്ചു വരും. ഈ മുകളിലോട്ടുള്ള ഇവൻ്റെ വരവിൽ ഒരുപാട് മണ്ണിലെ ഘടകങ്ങളുണ്ട് വരുന്നത്. ഈ വെള്ളം ചൂടുള്ളതാണ്. അങ്ങനെയുള്ള പ്രകൃതിദത്തമായ ചൂടുള്ള സ്നാനഘട്ടങ്ങളുണ്ട്. അത് വന്നതൊക്കെ ചൂട് നീരുറവ്. അവിടെ പോയി കുളിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ സ്കിൻ ഡിസീസസ് ഒരുപാട് മാറി കിട്ടുമെന്നാണ്. മണ്ണിന് ഈ വിളവ് തരാനും മണ്ണിൽ വീഴുന്നതിനെ ജനിപ്പിക്കാനും കഴിവുള്ളതുപോലെ തന്നെ ഒരു ശമനൌഷധവുമാണ് മണ്ണ് എന്ന് പറയുന്നത്. പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ്. നമ്മളത് ഉപയോഗിക്കണം. നമ്മളിങ്ങനെ മണ്ണിനെക്കുറിച്ച് പറഞ്ഞപ്പം ജീവനാണ് എന്ന് പറയുന്ന പോലെ തന്നെ മണ്ണിനോടുള്ള ഉപഭോഗം നമ്മൾ മുമ്പ് പറഞ്ഞു. അതിന് ഈ മെഡിസിനലായിട്ടുള്ള ഈ വാല്യൂ തീരെ ഇന്ന് ഇല്ലാതായി പോയി. ഒരുപക്ഷെ നമ്മൾക്ക് മണ്ണിനോടുള്ള ബഹുമാനം വരേണ്ട മറ്റൊരു കാര്യം, അവസാനം നമ്മളൊക്കെ ചെന്ന് ഒടുങ്ങേണ്ടത് ഈ 6 അടി മണ്ണിലാണ്. നമ്മളെ സ്വീകരിക്കാൻ ഇപ്പം വീട് വിട്ടുപോയ ഒരാളെ ഒരു മകളെ കാത്ത അമ്മ ഇരിക്കുന്ന പോലെ 2 കൈ നീട്ടി സ്വീകരിക്കുന്ന ഭൂമി അമ്മ. മരണം പോലും അപ്പോൾ ഒരു വിഷമമുള്ള കാര്യമല്ല, ശരിക്കും ഒരു തിരിച്ചു ചെല്ലലാണ്. നമ്മളുടെ ഗർഭഗൃഹത്തിലേക്ക് ചെല്ലലാണ് എന്ന് നമുക്കത് ഫീൽ ചെയ്യും. കാലിത്തൊഴുത്ത് ഒരു ചെറിയ ഇടമല്ല, പശു ഒരു നിസ്സാര മൃഗവുമല്ല. ഈ പ്രപഞ്ചത്തോളം വളർന്ന ദൈവ സാന്നിധ്യത്തിൻ്റെ, പ്രാണി ലോകത്തിൻ്റെ ബിംബകൽപ്പനയാണ് ഈ കാലിത്തൊഴുത്ത്. നിറഭേദങ്ങളും രുചിഭേദങ്ങളും
മേളിച്ചു വിളയാടുന്ന കേളീഗ്രഹമാണ് നമ്മുടെ ഭൂമി. മണ്ണിൽ നിന്നുരുവാകുന്ന ഗന്ധങ്ങളും രുചികളും വിവരണാതീതമാണ്. സ്വതവേ സസ്യഭുക്കായ മനുഷ്യൻ തൻ്റെ ദുരമൂത്ത് പ്രകൃതിയുടെ താളക്രമങ്ങൾ തെറ്റിച്ച് ഭക്ഷണത്തിൽ വരുത്തിയ മാറ്റങ്ങളും വിഷപ്രയോഗങ്ങളും അവനെ മാറാരോഗങ്ങളുടെ നരകത്തിലേക്ക് തള്ളിവിട്ടു. ഭൂമുഖത്തിൽ എല്ലാ വെജിറ്റേറിയനും ചുണ്ടുകൊണ്ടേ വെള്ളം കുടിക്കുള്ളൂ. നക്കി കുടിക്കുന്ന എല്ലാ ജീവൻ നോൺ വെജിറ്റേറിയനാണ്. പട്ടി, പൂച്ച, പുലി, സിംഹം, കടുവയൊക്കെ നോക്കൂ എങ്ങനെ വെള്ളം കുടിക്കുക, നക്കി കുടിക്കുക ചെയ്യുക. ഭൂമുഖത്തുള്ള എല്ലാ വെജിറ്റേറിയൻ ജീവികളും ചുണ്ടുകൊണ്ടേ വെള്ളം കുടിക്കുകയുള്ളൂ. രണ്ടാമത്തെ തെളിവ്, വെജിറ്റേറിയൻസ് എല്ലാം കീഴ്ത്താടിക്ക് ചലനം ഉണ്ടാവും. ഈ ചലനം വെജിറ്റേറിയൻസിന് മാത്രമേ ഉള്ളൂ. ചവച്ചരച്ച ഭക്ഷണം കഴിക്കുന്ന വെജിറ്റേറിയനാണ്. ഈ കടിച്ച് വെട്ടി വിഴുങ്ങുന്ന സാധനങ്ങൾ മുഴുവൻ നോൺ വെജിറ്റേറിയനാണ്. പട്ടി, പൂച്ച, പുലി, സിംഹം എങ്ങനെ ഭക്ഷണം കഴിക്കുക, വെട്ടി വിഴുങ്ങുക ചെയ്യുക. ചവച്ചരയ്ക്കുന്ന സംവിധാനം അതിനില്ല. മൂന്നാമത്തെ തെളിവ് വെച്ചിട്ട് വെജിറ്റേറിയൻസ് എല്ലാം ജനിച്ചാൽ ഉടനെ കണ്ണു തുറക്കും അല്ലേ. നോൺ വെജിറ്റേറിയൻസ് ജനിച്ചാൽ കണ്ണു തുറക്കില്ല. വെജിറ്റേറിയൻസിൻ്റെ 15 വ്യൂഹത്തിന് നീളം കൂടുതലാണ്, നോൺ വെജിറ്റേറിയൻ 15 വ്യൂഹത്തിന് നീളം കുറവാണ്. വേർപ്പ് ഗ്രന്ഥികളുള്ളത് മുഴുവൻ വെജിറ്റേറിയൻസിനാണ്. നഖങ്ങളെല്ലാം ഫിക്സഡ് നഖങ്ങളുള്ളതെല്ലാം വെജിറ്റേറിയനാണ്. മറ്റ് നോൺ വെജിറ്റേറിയൻ നഖങ്ങളെല്ലാം മുമ്പിലേക്കും ബാക്കിലും തള്ളാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ നമ്മൾ വെജിറ്റേറിയൻ തന്നെയാണ്. അപ്പോൾ നമ്മളെങ്ങനെ നോൺ വെജിറ്റേറിയനായി? നമ്മൾ നോൺ വെജിറ്റേറിയൻ കഴിച്ച് നോൺ വെജിറ്റേറിയനായി. ഒരു വെജിറ്റേറിയൻ്റെ കുട്ടി ഇതിൽ പിന്നെ മാംസം കഴിക്കാൻ വേണ്ടി വാശി പിടിക്കുന്നില്ലല്ലോ. എന്തുകൊണ്ടാണ്? അവരുടെ പേരൻസ് അത് പഠിപ്പിച്ചിട്ടില്ല. നമ്മൾ പഠിപ്പിച്ചു, ഇനി ആവട്ടെ, നമ്മൾ നോൺ വെജ് കഴിച്ച് ശീലിച്ചു, അപ്പോൾ എന്ത് മാംസം കഴിക്കാം, ഇങ്ങനെ ചിന്തിക്കാം നമുക്ക്. ഇപ്പോൾ ഒരു കോഴി വീട്ടിൽ വളർന്നാൽ അത് കൊത്തിപ്പിറക്കി ഈ ചെതലും ഈ മണ്ണിലൊക്കെ കൊത്തി തിന്നാൽ നമുക്ക് 1 വർഷം കോഴി വീട്ടിൽ വളർന്നാലേ 1 കിലോ കോഴി ഉണ്ടാവുള്ളൂ അല്ലേ. 1.5 വർഷം കഴിഞ്ഞാൽ ചില കോഴി പ്രായപൂർത്തിയാവുള്ളൂ. ഇപ്പോൾ എന്ത് സംഭവിച്ചു? ആ കോഴിന് ജനിതക മാറ്റം വരുത്തിയിട്ട് 24-25 ദിവസം കൊണ്ട് 1.25 കിലോ കോഴിയായി. 45 ദിവസം കഴിഞ്ഞ് 46-ാം ദിവസം ആ കോഴി ഹൃദയം പൊട്ടി ചത്തുപോകും. ആ ലൈഫില്ല ഇതിന്. ഈ കോഴി നമ്മൾ കൊണ്ട് പാചകം ചെയ്ത് കഴിക്കുന്നത്. വീണ്ടും വന്നു കെൻഡക്കി ചിക്കൻ വന്നു അല്ലേ. കെൻഡക്കി ചിക്കൻ്റെ പ്രായം എത്ര ദിവസമാണ്? 8 ദിവസം കൊണ്ട് 1 കിലോ കോഴിയായി. അപ്പോൾ ഈ മാറ്റം വന്നതുകൊണ്ട് എന്ത് പറ്റി? പണ്ട് 14-15 വയസ്സിലും പ്രായപൂർത്തിയാത്ത പെൺമക്കൾ ഇപ്പോൾ 7 വയസ്സിൽ പൂർണ്ണവാക്ഷ്യത്തിൽ ഗർഭാശയായി. ഭക്ഷണം മരുന്നാണെന്ന് നമ്മോട് പറഞ്ഞത് മറ്റാരുമല്ല, ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവായ ഹിപ്പോക്രാറ്റസ് തന്നെയാണ്. എന്നിട്ടും നമ്മൾ തിരിച്ചറിവിൻ്റെ ലോകങ്ങൾ ഉപേക്ഷിച്ച് വീണ്ടും വീണ്ടും പാരിസ്ഥിതിക പാപങ്ങളിലേക്ക് കൂപ്പുകുത്തുന്നു. ഒരു കുട്ടി പശുവിൻ്റെ പാല് കുടിച്ച് വരുന്ന കുട്ടി എത്ര വയസ്സിലാണ് പ്രായപൂർത്തിയാവുക? 1-2 വയസ്സിൽ പശുക്കുട്ടി പ്രായപൂർത്തിയായി. അമ്മയുടെ മുലപ്പാൽ കുടിച്ച കുട്ടി എത്ര വയസ്സിൽ പ്രായപൂർത്തിയാവുക? 18 വയസ്സിൽ. അപ്പോൾ 18 വയസ്സിൽ പ്രായപൂർത്തിയാവുന്ന ഘടകങ്ങളാണ് അമ്മയുടെ മുലപ്പാലിലുള്ളത്. അപ്പോൾ 2 വയസ്സിൽ ഇണചേരാൻ പക്വതയായി, ഗർഭം ധരിക്കാൻ പക്വതയായി, പ്രസവിക്കാൻ പക്വതയായി. പശുക്കുട്ടിയുടെ തൂക്കം ഏകദേശം 150 കിലോ മുതൽ മേലേക്കാണ്. അപ്പോൾ ഈ പാൽ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിന് ശരിയാവുക? മിൽക്കി സൈലൻറ്റ് കില്ലർ എന്നാണ് പറയുക. ഇഞ്ചിഞ്ഞാടി നമ്മൾ കൊല്ലും പാൽ. ചെറിയ കുട്ടികൾക്ക് പാൽ കൊടുക്കുമ്പോൾ ഛർദ്ദിച്ചാൽ അത് പാല് ഛർദ്ദിക്കില്ല, ഒരിക്കലും പാല് ഛർദ്ദിക്കുക, തൈര് ഛർദ്ദിക്കും. ആ പാല് ദഹിക്കാനുള്ള ഒരു എൻസൈം നമ്മുടെ ബോഡിയിലില്ല എന്നർത്ഥം. മനുഷ്യ ശരീരത്തിൽ പാല് ദഹിക്കില്ല. ആ മിൽക്കി സൈലൻറ്റ് കില്ലർ എന്നാണ് പറയുക. ഇനി അപ്പോൾ എന്ത് സംഭവിക്കുന്നു? നമ്മൾ കുട്ടിക്ക് പാല് കൊടുത്ത് വളർത്തുമ്പോൾ എന്ത് സംഭവിക്കുക? ഇപ്പോൾ ഗർഭാശയ രോഗങ്ങൾ കൂടുതൽ, സ്തനാർബുദങ്ങൾ കൂടുതൽ, പ്രസവിക്കാത്ത സ്ത്രീകൾ കൂടുതൽ, കുട്ടികൾ നേരത്തെ പ്രായപൂർത്തിയാവുന്നു. ആ പാലും ഒരു ഘടകമല്ലേ? നമ്മൾ നേരത്തെ കോഴിയുടെ കാര്യം പറഞ്ഞ മാതിരി പാലും ഒരു ഘടകം തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാതെ, ഒരു കുട്ടിനെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കാതിരുന്നാൽ എന്ത് സംഭവിക്കുന്നു? രോഗങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ വീടിൻ്റെ അടുക്കള വെറും പാചകപ്പുരയല്ല, മറിച്ച് സജീവതയുള്ള ഒരു ഔഷധശാല തന്നെയാണ്. തിരുവനന്തപുരം കുടപ്പനക്കുന്നിലുള്ള പത്തായം പ്രകൃതി ഭക്ഷണശാലയും പ്രാണനം പ്രകൃതി ചികിത്സാ കേന്ദ്രവും ഈ കാര്യങ്ങൾ ഗൗരവപൂർവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇപ്പോൾ ക്യാൻസർ നോക്കൂ, ക്യാൻസറായിട്ട് എത്രയോ RCC ധാരാളം പേര് മരിക്കുന്നില്ലേ? ക്യാൻസർ രോഗത്തിൽ ഇതുവരെ മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ലല്ലോ. അപ്പോൾ എങ്ങനെയാണ് ആൾക്കാർ മരിക്കുന്നത്? ക്യാൻസർ മരുന്നുകളുടെ സൈഡ് എഫക്റ്റോടെ മരുന്ന് പോകുന്നത്. ഇപ്പോൾ പ്രമേഹം ഒരു മാറാരോഗമാണ്, കൊളസ്ട്രോൾ മാറാരോഗമാണ്, BP മാറാരോഗമാണ്, ആസ്മ മാറാരോഗമാണ്, ഹാർട്ട് ബ്ലോക്ക് മാറാരോഗമാണ്, സോറിയാസിസ് മാറാരോഗമാണ്. ഇതൊന്നും മരുന്ന് കഴിച്ചാൽ മാറുന്ന രോഗങ്ങളല്ല. ദൈവകൃപയാൽ നമുക്ക് ഭക്ഷണം മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും നമുക്കിതിൽ
രോഗങ്ങൾ മാറ്റാവുന്നേ ഉള്ളൂ അല്ലേ. പ്രമേഹത്തിന് മരുന്ന് കഴിച്ചാൽ മറ്റു പല അസുഖങ്ങളുണ്ടാകും. കൊളസ്ട്രോൾ വരും, കുറച്ച് നേരം BP വരും ഇല്ലേ, അത് ഹാർട്ട് ബ്ലോക്ക് ആവും, അല്ലെങ്കിൽ കിഡ്നി ഫെയിലിയർ ആവും. ഇങ്ങനെ രോഗങ്ങളെ കൊണ്ട് പൊറുതിമുട്ടുകയാണ്. അപ്പോൾ രോഗകാരണങ്ങൾ കണ്ടുപിടിക്കുന്നില്ല. ഇപ്പോൾ ഗ്യാസ് ട്രബിൾ എടുക്കുക, ഭക്ഷണം കഴിച്ച് ഗ്യാസ് വരുന്നു. അലോപ്പതി പോയാലും ആയുർവേദ പോയാലും സിദ്ധയിൽ പോയാലും യൂനാനി പോയാലും എല്ലാ സ്ഥലത്തും പോയി മരുന്ന് കിട്ടും. മരുന്ന് കഴിച്ച് ഗ്യാസ് ട്രബിൾ മാറുന്നു, പക്ഷേ ഗ്യാസ് ട്രബിളിൻ്റെ കാരണം മാറുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഭക്ഷണത്തിൻ്റെ കോമ്പിനേഷൻ എന്താണെന്ന് മനസ്സിലാക്കണം. ഇഡ്ഡലി ദോശ നല്ല ഭക്ഷണമാണ്. ഒരു വെജിറ്റേറിയൻസ് എടുത്ത് നോക്കൂ, അവർക്ക് മറ്റേ ഇപ്പോൾ ബ്രാഹ്മിൻസിന് എടുത്ത് നോക്കൂ നിങ്ങൾ, പോലീസ് സ്റ്റേഷനിൽ അവരില്ല, ജയിലിൽ അവരില്ല, ക്രിമിനൽ പുള്ളികളുടെ ലിസ്റ്റിലില്ല, സന്തോഷമായിട്ട് ജീവിക്കുന്നവരാണ്, ഏത് ഓഫീസും ചീഫ് അക്കൗണ്ടൻ്റ് അവരാണ്. എന്നിരുന്നിട്ടും ഗ്യാസ് ട്രബിൾ അസുഖമില്ലാത്ത ബ്രാഹ്മണന്മാരില്ല. എന്തുകൊണ്ട്? അവരുടെ ഭക്ഷണം ശരിയല്ല. ഇപ്പോൾ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുക, സദ്യക്ക് പോകുന്ന ഫാഷനായി മാറി. ഇപ്പോൾ ഒരു സദ്യക്ക് പോയി നോക്കൂ നിങ്ങൾ, സദ്യക്ക് പോയതിൽ ക്ഷീണിക്കാതെ ആരും തിരിച്ചു വരുന്നില്ല. ഇത്രയും ക്ഷീണം ബിരിയാണി കഴിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഒരു സദ്യക്കാൾ നല്ല ഭക്ഷണം ഞാൻ പറയും ബിരിയാണി എന്ന് പറയാം. എന്തുകൊണ്ട്? പലതരം കറികൾ, പലതരം അച്ചാറുകൾ, പലതരം മസാലക്കൂട്ടുകൾ, പലതരം പായസം, ഇത് ശരീരത്തിന് താങ്ങാനാവില്ല. അപ്പോൾ സാമ്പാർ എടുത്ത് നോക്കൂ നിങ്ങൾ, സാമ്പാർ ഉണ്ടാക്കാൻ കായം വേണം, പുളി വേണം, പരിപ്പ് വേണം, വറുത്തരയ്ക്കണം, കടുക് പൊട്ടിക്കണം, മുളക് പൊടി ചേർക്കണം, സാമ്പാർ പൊടിയും ചേർക്കണം. ഇത്രയും വലിയ മായം ചേർത്ത ഒരു സാധനമില്ല. അപ്പോൾ സാമ്പാർ ഉണ്ടാക്കാൻ എന്ത് ചെയ്യാം? സിമ്പിളായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ കഷ്ണങ്ങൾ മുറിക്കുക, മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ചേർത്ത് വേവിക്കുക, വെന്തതിന് ശേഷം പച്ചമുളക് നാളികേരം അരച്ച് ചേർക്കുക, ഒന്ന് തിളച്ച് ഇറക്കി വയ്ക്കുക, അല്പം വെളിച്ചെണ്ണ ഒഴിച്ചാൽ സാമ്പാറായി. ഇതും സാമ്പാർ തന്നെയാണ്. ഇപ്പോൾ കായം എടുത്ത് നോക്കിയാൽ കായല്ല, കായത്തിൻ്റെ മണം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ചന്ദനത്തായാലും നമ്മൾ വാങ്ങിയ ചന്ദനമായിട്ട് വല്ല പുലബന്ധം പോലും ഉണ്ട്. അതിന് മാംഗോ ഫ്രൂട്ടി വാങ്ങിയാൽ മാങ്ങയുടെ മണമുണ്ട്, മാങ്ങയായിട്ട് പുലബന്ധം പോലും ഇല്ല. എല്ലാത്തിനും സിന്തറ്റിക് ഫ്ലേവർ നമുക്ക് വാങ്ങാൻ കിട്ടും. അപ്പോൾ നമ്മളിതൊക്കെ ശ്രദ്ധിക്കണം. നമ്മൾ ഈ കേന്ദ്രത്തിൽ വന്ന് പ്രകൃതി ജീവനത്തിലൂന്നിയ ഭക്ഷണക്രമത്തിലൂടെ മാത്രം രോഗങ്ങൾ മാറിയ ചിലരെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഞാൻ ഈ പത്തായം പ്രാണന ആശുപത്രിയിൽ 8-9 വർഷമായിട്ട് ജോലി ചെയ്യാണ്. ഞാനൊരു രോഗിയായിട്ടാണ് ഇവിടെ കടന്നു വന്നത്. കിഡ്നിയെല്ലാം പോയി. ഞാനൊരു ട്രീറ്റ്മെൻറ്റ് കിംസിൽ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ ഈ പത്തായം തുടങ്ങുന്നത്. അപ്പം ഞാൻ ഇവിടെ തന്നെ വന്നു. തീർച്ചയായിട്ടും അവരെന്നെ 45 ദിവസം ഭക്ഷണം ഫ്രൂട്ട്സ് മാത്രം തന്നു. എന്നെ ഭക്ഷണക്രിയകളെല്ലാം മാറ്റിത്തന്ന് ഈശോയുടെ ഒരു വലിയ സ്നേഹം അനുഭവിക്കാൻ പറ്റിയ ഒരു വലിയ സന്ദർഭങ്ങളായിരുന്നു. ഞാൻ ഒത്തിരി കരഞ്ഞ് ഈശോയോട് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് രാത്രി 119 സങ്കീർത്തനങ്ങളിൽ ഞാൻ അങ്ങേക്ക് വേണ്ടി ജീവിക്കും, ഞാൻ നിന്നെ മരിക്കാൻ അനുവദിക്കുകയില്ല എന്നുള്ള തിരുവചനങ്ങൾ എനിക്ക് കിട്ടിയായിരുന്നു. അതനുസരിച്ച് ആ തിരുവചനത്തിൻ്റെ ശക്തിയും ഇവിടുത്തെ ഭക്ഷണവും എല്ലാം കൂടെ ആയപ്പോൾ കർത്താവ് എന്നെ സുഖപ്പെടുത്തി. നമസ്കാർ, ഐ എം റീറ്റ ദർ ഫ്രം കാശ്മീർ, but now living in Maseru, Southern Africa, and I was suffering from some asthma and some obesity. But now, through the treatment, I have been here for 14 days. And for these 14 days, we have been getting all this treatment. Like in the morning hours, we do yoga. Then after yoga, we get something like wheat grass, all the natural things which is affecting, which is helping our health to be like proper. We are feeling some change. And this treatment is really worth having it. We came to know about it in Lesotho through some people, and we came to hear this place. We are a group of 6 ladies, and now we are here getting the treatment and feeling fresh every day. We losing weight, getting rid of all the medication. We are no more using the medication, and now getting all this through the we can say the help to the grace of God. We think we are going to get ready through this naturopathy. ഇന്ന് നമുക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ പല പല അസുഖങ്ങൾ കേൾക്കാറുണ്ട്. ക്യാൻസറും ഡയബറ്റിക്കും BP-യും കൊച്ചുകുട്ടികളെ എന്തുകൊണ്ട് ആക്രമിക്കുന്നു? പല മാതാപിതാക്കളും ഇത് ചോദിക്കേണ്ടിയിരിക്കുന്നു. പ്രകൃതിയിൽ നിന്ന് നമ്മൾ എന്തുകൊണ്ട് വിട്ടുമാറുന്നു? എന്തുകൊണ്ട് ഈ ജങ്ക് ഫുഡിനോട് പിള്ളേർക്ക് ഇത്ര താല്പര്യം? ജങ്ക് ഫുഡിനോടുള്ള താല്പര്യം കുറഞ്ഞ് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് തീർച്ചയായിട്ടും ആരോഗ്യം കിട്ടും. ഒരു അധ്യാപിക എന്ന നിലയിൽ ഞാനത് വ്യക്തമായി പറയുകയാണ്. മാത്രമല്ല നമ്മുടെ ജീവിത ചൈതന്യം തന്നെ നമുക്ക് തിരിച്ചു കിട്ടും. പ്രകൃതിയിൽ നിന്നാണ്, നമുക്ക് സൂര്യനിൽ നിന്നാണ് എന്നും രാവിലെ വൈറ്റമിൻ D യു കാൻ ഗെറ്റ് ഫ്രം എനിവെയർ, ഓൺലി ഫ്രം സൺ. സോ പല ഡോക്ടേഴ്സിൻ്റെ അടുത്തും പോകുമ്പോൾ അവസാനം എന്താ പറയുന്നത്? ഞങ്ങളെ കൊണ്ടാവുന്നതൊക്കെ ചെയ്തു, ഇനി ദൈവത്തിൻ്റെ കയ്യിൽ. അപ്പോൾ നമ്മൾ ദൈവത്തിൽ നിന്നും ഒരുപാട് മാറി നിൽക്കുന്നു. നമ്മുടെ ക്രിസ്തീയ ജീവിത രീതിയിൽ ഒരുപാട് പ്രാർത്ഥനകളുണ്ട്. പല അസുഖങ്ങളും പ്രാർത്ഥന കൊണ്ട് മാറാറുണ്ട്. അവർ പ്രകൃതിയുമായിട്ട് ഇണങ്ങുന്നതുകൊണ്ടാണ്.
അതുകൊണ്ട് എന്തുകൊണ്ട് നമ്മുടെ ഇന്നത്തെ തലമുറ പ്രകൃതിയിലോട്ട് തിരിച്ചു വന്നുകൂടാ? ആ ഒരു ചോദ്യം എല്ലാവരുടെയും തലയിൽ കൂടെ ഓടണമെന്ന് എനിക്ക് അത്യാവശ്യമായിട്ട് ഞാൻ പറയുകയാണ്. മാതാപിതാക്കൾ കുട്ടികളോട് പ്രത്യേകം പറയണം, പ്രകൃതിയെ ഒരിക്കലും നിന്ദിക്കരുത്. ഇപ്പോൾ വെസ്റ്റേൺ കൺട്രിയിൽ എൻവയറമെൻറ്റ് ഫ്രണ്ട്ലി, ഇതാണ് അവരുടെ മുദ്രാവാക്യം. എന്ത് സാധനം എടുത്താലും എൻവയറമെൻ്റലി ഉണ്ടോ? എന്തിനാണ് ജീസസ് നമുക്ക് വേണ്ടി നമ്മുടെ പാവങ്ങൾ കളയാനായിട്ട് കുരിശിൽ പോയത്? പിന്നെയും നമ്മൾ പാവങ്ങൾ ചുമക്കണോ? ഒന്നുകൂടി ആലോചിക്കൂ. ഓർമ്മിക്കുക, ഈ ഭൂമിയിലൂടെ ദൈവം നമ്മെ ഒരുപാട് സ്നേഹിക്കുന്നു. ദൈവസ്നേഹം തിരിച്ചറിയാത്ത നാം സ്വയം പ്രകൃതി വിരുദ്ധരായി മാറുകയാണ്. അപ്പോൾ രോഗശമനത്തിന് ഭക്ഷണത്തെ പറ്റി പഠിക്കണം. ഇപ്പോൾ ഒരു വീട്ടമ്മ എണീറ്റ് ആദ്യം രാവിലെ എണീറ്റ് എന്താ ചെയ്യുക? ആദ്യം ഫസ്റ്റ് ചായ ഉണ്ടാക്കി ചെയ്യുക. തേയില, പഞ്ചസാര, പാല്. തേയില ഭൂമിയിലെ എല്ലാ സസ്യങ്ങൾക്കും വളം ചെയ്യുക വേരിലാണ്. തേയിലയ്ക്ക് മാത്രം വളം ചെയ്യുക ഇലയിലാണ്. ആരായി തേയില നമുക്ക് ഇവിടെ കഴുകി വൃത്തിയാക്കി നമുക്ക് തരുന്നത്? തേയില നല്ലതാണ്, ഹൃദ്രോഗം തടയുന്ന സാധനം തേയില. അപ്പോൾ ആ തേയിലച്ചെടി വീട്ടിൽ വളർത്തണം. വീട്ടിൽ വെണ്ണീരും ചാണകപ്പൊടിയും വെള്ളമൊക്കെ തെളിച്ച് ആ തേയിലച്ചെടി വീട്ടിൽ വളർത്തിയാൽ ഹൃദ്രോഗം പറയും. മറ്റെല്ലാം ഹൃദ്രോഗം ഉണ്ടാവുക ചെയ്യുക. പഞ്ചസാര വിഷമാണെന്ന് ഗാന്ധിജിയെ പറഞ്ഞാണ്. ആ പഞ്ചസാര വിഷം, തേയില വിഷം, പാല് അതിലേറെ വിഷം. അപ്പോൾ രാവിലെ എണീറ്റില്ലേ ഭർത്താവിനും മക്കൾക്കെല്ലാം വിഷം കലക്കി കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് മാറ്റം, നിങ്ങൾ ഒന്നും കഴിക്കേണ്ട എന്നല്ല പറയുന്നത്. ഇപ്പോൾ രാവിലെ ഇപ്പോൾ വെള്ളം കുടി. എന്തിനാണ് വെള്ളം കുടിക്കുന്നത്? എന്ത് വെള്ളം കുടിക്കുക? പച്ചവെള്ളത്തിന് ജീവജലം എന്നാ പറയുക ഇല്ലേ? വെള്ളം തിളപ്പിച്ചാലോ ജീവനില്ലാത്ത വെള്ളം. ഇത് ചെറിയ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിക്കുന്നത്? ഉള്ള പച്ചവെള്ളം മേശപ്പുറത്ത് വയ്ക്കുന്നു, തിളപ്പിച്ചാറിയ പച്ചവെള്ളം മേശപ്പുറത്ത് വയ്ക്കുന്നു, ചെറിയ 2 മത്സ്യക്കുഞ്ഞിനെ പിടിച്ച് 2 ഗ്ലാസ്സിലിട്ട് വയ്ക്കുന്നു. ഒരു 5 മിനിറ്റ് തിളപ്പിച്ചാറിയ പച്ചവെള്ളത്തിൽ മീൻ ചത്തുമലരുന്നു. അതിൽ ഓക്സിജൻ അടക്കമുള്ള എല്ലാ ജൈവ കീടങ്ങളും നശിച്ചു പോയിരിക്കുന്നു. പിന്നെ എന്താ കഴിക്കുന്നത്? എന്തിനാണ് കഴിക്കുന്നത് പിന്നെ അത് ഇല്ലേ? അപ്പോൾ വെള്ളം എന്താ കാരണം പറയുന്നത്? വെള്ളം മുഴുവൻ മലിനാണ്, അതുകൊണ്ട് തിളപ്പിച്ച് കുടിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ വെള്ളത്തിനേക്കാൾ 100 ഇരട്ടി മാലിന്യം അന്തരീക്ഷത്തിലുണ്ട്. എന്ത് ചെയ്യും? ഒരു പരിഹാരമില്ല ഇതിന്. അപ്പോൾ എന്ത് ചെയ്യാം? വെള്ളം എങ്ങനെ ശുദ്ധമാക്കി കഴിക്കാം? വെള്ളം നമുക്ക് വെയിലത്ത് വയ്ക്കാം. അപ്പോൾ അത്രയും പവറാണ് സൗരോർജ്ജത്തിന്. അപ്പോൾ ആ സൗരോർജ്ജം കിട്ടിയില്ല, ആ വെള്ളം വൈകുന്നേരം വെള്ളം ഫിൽറ്റർ ചെയ്ത് കുടിച്ചാൽ പോരെ? അപ്പോൾ ക്ലോറിൻ ചേർത്ത വെള്ളമാണെങ്കിൽ ചിരട്ട കരിയിട്ട് വെച്ചാൽ പോരെ? ഇങ്ങനത്തെ പരിഹാരങ്ങൾ അന്വേഷിക്കേണ്ടത്. അല്ല, വെള്ളം തിളപ്പിച്ച് കുടിക്കല്ലേ വേണ്ടത്. എന്തുകൊണ്ട് വെള്ളം കുടിക്കേണ്ടി വരുന്നു? ഇപ്പോൾ ഞാൻ ചെറിയ എക്സാമ്പിൾ പറയാം. ഒരു 4-5 പാത്രത്തിൽ വെള്ളം വയ്ക്കാം. ഒരു പാത്രത്തിൽ ഒരു 3-4 പൊറോട്ട ഇട്ട് വയ്ക്കുക, ഒരു പാത്രത്തിൽ ബ്രെഡ് ഇട്ട് വയ്ക്കുക, ഒരു പാത്രത്തിൽ ചപ്പാത്തി ഇട്ട് വയ്ക്കുക, ഒരു പാത്രത്തിൽ പുട്ടോ ഇഡലി ഇട്ട് വയ്ക്കുക, ഒരു പാത്രത്തിൽ വെജിറ്റബിൾസ് ഇട്ട് വയ്ക്കുക, ഒരു പാത്രത്തിൽ കുറച്ച് പഴങ്ങൾ ഇട്ട് വയ്ക്കുക. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ വെജിറ്റബിൾസ് ഇട്ട പാത്രത്തിലും ഫ്രൂട്ട്സ് ഇട്ട് വെച്ച പഴങ്ങൾ ഇട്ട പാത്രത്തിലും വെള്ളം ഒരു തുള്ളി വറ്റിയിട്ടുണ്ടാവില്ല. ബാക്കി എല്ലാ പാത്രത്തിലും വെള്ളം വറ്റി പോയിട്ടുണ്ടാവും. ഈ പ്രക്രിയ തന്നെ ശരീരത്തിനകത്ത് ഭക്ഷണം പോലെ സംഭവിക്കുന്നത്. അപ്പോൾ പൊറോട്ട കഴിച്ചാൽ ദാഹിക്കില്ലേ? പൊറോട്ട കഴിച്ചാൽ വെള്ളം കുടിക്കണ്ടേ? പഴങ്ങൾ കഴിച്ചാൽ ദാഹിക്കുമോ? വെള്ളത്തിൻ്റെ ആവശ്യമുണ്ടോ? ആ വെള്ളം ശരീരത്തിൽ 68-70% വെള്ളമുള്ളത്. ഈ വെള്ളം നമ്മൾ വെള്ളം കുടിച്ചുണ്ടാക്കല്ലേ വേണ്ടത്. കഴിക്കുന്ന ഭക്ഷണം നന്നായിരിക്കണം. അപ്പോൾ ദാഹിക്കുമ്പോൾ മാത്രം വെള്ളം കുടിക്കുക, വിശക്കുന്നെങ്കിൽ മാത്രം ഭക്ഷണം കഴിക്കുക ഇല്ലേ? ദൈവത്തോട് പ്രാർത്ഥിക്കുക, നല്ല ചിന്തകൾ ഉണ്ടാവട്ടെ. നല്ല ചിന്തകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ മനുഷ്യന് ഒരു പ്രശ്നമില്ല. ജനനം മുതൽ യേശു നമ്മോട് സംസാരിച്ചു തുടങ്ങി. കുഞ്ഞുങ്ങളും വയൽച്ചെടികളും ലില്ലിപ്പൂക്കളും അവന് എത്ര പ്രിയങ്കരമായിരുന്നു. തമസ്കരിക്കപ്പെട്ട കഴുതക്കുട്ടിയെ തൻ്റെ തോഴനാക്കി അവൻ ചരിത്രം തിരുത്തിക്കുറിച്ചു. നോക്കൂ, അവൻ്റെ സ്നേഹം എത്ര അപാരം. ഹിംസയില്ലാത്ത ഭൂമി എന്ന് പറയുന്നത് അത് ദൈവത്തിൻ്റെ നിശ്ചയമാണ്. ക്രിസ്തുവിൻ്റെ അവതാര ലക്ഷ്യം തന്നെ അതാണ്. അപ്പോൾ നമ്മളുടെ ഭക്ഷണത്തിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ഹിംസ ചെയ്യുന്നത് നമ്മൾ. അപ്പോൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്, സസ്യങ്ങൾക്ക് ജീവനില്ല. നമ്മുടെ ഭാരതീയ സങ്കല്പത്തിൽ AC ബോസ് അതാണല്ലോ പറയുന്നത്, സസ്യങ്ങൾക്കും ജീവനുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. പക്ഷേ ദൈവം ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം പറയുന്നുണ്ട്, ഈ വിത്തുള്ള വൃക്ഷങ്ങളുടെ ഫലങ്ങൾ നിനക്ക് ആഹാരമായിരിക്കട്ടെ എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ സകല ജീവജാലങ്ങൾക്കും സസ്യങ്ങൾ തരുന്നതായിട്ടും പറയുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ആഴത്തിൽ ഓരോന്നും നമ്മൾ വിശകലനം ചെയ്ത് പഠിക്കുമ്പോൾ ആഹാരത്തിൻ്റെ കാര്യത്തിൽ മനുഷ്യൻ ഇന്ന് കാണിക്കുന്ന ഹിംസയാണ്
ഈ ഭൂമിയുടെ ആകെയുള്ള ക്രമത്തെ മുഴുവൻ തകർത്തിരിക്കുന്നത്. അതിന് ഒരു ഉദാഹരണം പറയാം. ആമസോൺ കാടിൻ്റെ 2/3 നശിപ്പിച്ചത് പാശ്ചാത്യ രാജ്യത്തെ മാംസത്തീറ്റിക്കാണെന്ന് പറയുന്നു. അതായത് ഒരു പൗണ്ട് മാംസം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ 20 ടണ്ണ് വെജിറ്റേഷൻ നശിപ്പിക്കുമ്പോഴാണ് ഒരു പൗണ്ട് മാംസം ഉണ്ടാകുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ മാംസാഹാരത്തിൻ്റെ ആ അടിമത്തത്തിന് വേണ്ടിയിട്ട് ഭൂമിയെ അവൻ തകർത്തിരിക്കുന്നു. ആമസോൺ കാടിൻ്റെ 3/2 തകർത്തത് പാശ്ചാത്യ രാജ്യങ്ങളിലെ മേശയിലേക്കുള്ള ഇറച്ചിക്ക് വേണ്ടിയിട്ടാണെന്ന് അടുത്ത കാലത്ത് വായിക്കാനിടയായി. അപ്പോൾ ഈ ലോകത്ത് എവിടെ അതാണ്. നമ്മൾ ഭൂമിയിൽ നിന്ന് എടുത്തു കഴിക്കുകയാണെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകുന്നില്ല. അപ്പോൾ നമുക്ക് കൃഷിയെ നമ്മൾ നിരാകരിക്കുകയല്ല, കൃഷി വേണ്ടെന്നോ പറയുന്നില്ല. കൃഷി വേണം, പക്ഷേ ആ കൃഷിയിൽ പോലും ഹിംസയില്ലാതെ പറ്റും. ഇപ്പോൾ അങ്ങനെയുള്ളൊരു കൃഷി സമ്പ്രദായം ഇവിടെ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുണ്ട്. അതൊക്കെ കാലം സൃഷ്ടിക്കുന്ന ഒരു സവിശേഷതകളാണ്. കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണും വരേക്കും നന്ദി, നമസ്കാരം. ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി. ഇതു നിന്റെ എന്റെയും ചരമ ശുശ്രൂഷയ്ക്ക് ഹൃദയത്തിൽ ഇന്നേ കുറിച്ച ഗീതം, ഹൃദയത്തിൽ ഇന്നേ കുറിച്ച ഗീതം. മൃതിയുടെ കറുത്ത വിഷപുഷ്പം വിടർന്നതിൻ നിഴലിൽ നീ നാളെ മരവിക്കും.